Hey guys, welcome to our new video. ഇന്നത്തേത് ഹൈദരാബാദ് സീരീസിലെ മറ്റൊരു വീഡിയോയാണ്. അതെ, ഞങ്ങൾ ഇന്നുള്ളത് ഹൈദരാബാദിലെ നെഹ്റു സുവോളജിക്കൽ പാർക്കിൽ നിന്നാണ്. ഇവിടെ നിന്നാണ് ടിക്കറ്റ് എടുക്കേണ്ടത്. എന്തൊക്കെയാണോ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ ആഗ്രഹമുള്ളത് അതിനുള്ള ടിക്കറ്റ്സ് ഇവിടെ നിന്ന് കളക്ട് ചെയ്ത് ഇതുവഴി ഉള്ളിലേക്ക് പോകണം. അല്ല, സൂവിലോട്ട് കയറുമ്പോൾ ഒരു എൻട്രി ഫീയും വരുന്നുണ്ട്. അത് വീക്ക് ഡേയ്സിലാണെങ്കിൽ അഡൽട്സിന് 60 രൂപയും കൊച്ചുകുട്ടികൾക്ക് 40 രൂപയുമാണ് വരുന്നത്. വീക്കെൻഡ്സിൽ റേറ്റ് വ്യത്യാസമുണ്ട്. അഡൽട്സിന് 75 രൂപയും അതുപോലെ കുട്ടികൾക്ക് 50 രൂപയുമാണ് റേറ്റ് വരുന്നത്. ഹൈദരാബാദിലെ ബഹദൂർപുര എന്ന സ്ഥലത്താണ് ഈ സുവോളജിക്കൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നത്. 1959 സ്റ്റാർട്ട് ചെയ്ത ഈ പാർക്കിന്റെ ഇനാഗുറേഷൻ നടന്നത് 1960-ലാണ്. 380 ഏക്കറിലായി പരന്നു കിടക്കുന്ന ഈ സുവോളജിക്കൽ പാർക്കിൽ ഏഷ്യൻ സിംഹങ്ങൾ, ബംഗാൾ കടുവകൾ, പലതരം പക്ഷികൾ, ഉരകങ്ങൾ എന്നിവയുൾപ്പെടെ നിരവധി വന്യജീവികളാണ് ഉള്ളത്. എക്സ്പ്ലോർ ചെയ്യാനാണെങ്കിലോ ഫിഷ് അക്വേറിയം, റെപ്റ്റൈൽ ഹൗസ്, സഫാരി പാർക്ക്, നെക്ടേണൽ അനിമൽ ഹൗസ്, ബട്ടർഫ്ലൈ പാർക്ക്, ടോയ് ട്രെയിൻ, അങ്ങനെ ഒത്തിരി കാര്യങ്ങളുണ്ട്. ഇതാണ് ഞാൻ പറഞ്ഞ ടോയ് ട്രെയിൻ. അഡൽട്സിന് 80 രൂപയും കൊച്ചുകുട്ടികൾക്ക് 40 രൂപയുമാണ് ഇതിൽ കയറാനുള്ള ഫീസ് വരുന്നത്. സുവോളജിക്കൽ പാർക്കിനുള്ളിലെ റെയിൽ പാളത്തിലൂടെ ഈ ട്രെയിൻ ഇങ്ങനെ ഓടിക്കൊണ്ടേയിരിക്കും. അടിപൊളിയല്ലേ? ട്രെയിൻ പോയതും റെയിൽവേ പാളവും ക്രോസ് ചെയ്ത് ഞങ്ങൾ മറുവശത്തേക്ക് എത്തി. ഇവിടെ എന്താണെന്നറിയോ, ഒരു വലിയ ആമയുണ്ട്. നിങ്ങക്ക് കാണുന്നുണ്ടോ? വെയിറ്റ്, ഞാൻ സൂം ചെയ്ത് കാണിക്കാം. ഇതിന്റെ ഉള്ളിൽ കണ്ടോ, ഇത്രയും വലിയൊരു ആമ ഉണ്ടായിരുന്നു. ഒന്നല്ല, വേറെയും ആമകളുണ്ട്. എന്തു വലുപ്പാന്ന് നോക്കിയേ. ഈസ്റ്റ് ആഫ്രിക്കയിൽ നിന്നും 2018 പ്രസിഡന്റ് ഓഫ് ഇന്ത്യക്ക് ഗിഫ്റ്റ് ആയിട്ട് കിട്ടിയതാണ് ഈ വലിയ ആമേനെ. അങ്ങനെയാണ് ഇത് നമ്മുടെ ഹൈദരാബാദ് സുവോളജിക്കൽ ഗാർഡനിലോട്ട് എത്തുന്നത്. ഇതുവരെ കണ്ടത് വലിയ ആമകളെ ആയിരുന്നെങ്കിൽ ഇനി നമ്മൾ കാണാൻ പോകുന്നത് സാധാരണ ആമകളെയാണ്, നമ്മുടെ കുഞ്ഞൻ ആമകളെ. അവർ അവരുടെ തന്നെ ആവാസ വ്യവസ്ഥയിൽ, അതായത് വെള്ളത്തിലും കരയിലുമായിട്ടൊക്കെ ജീവിക്കാൻ കഴിയുന്ന തരത്തിലാണ് ഇവർക്കുള്ള ആവാസ വ്യവസ്ഥ ഇവിടെ ഉണ്ടാക്കിയിരിക്കുന്നത്. ഈ സുവോളജിക്കൽ പാർക്കിന്റെ ഒരു വലിയ പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നിയത്, ഇവിടെയുള്ള ജീവജാലങ്ങൾക്ക് ഏത് ആവാസ വ്യവസ്ഥയിലാണോ അവർ യഥാർത്ഥത്തിൽ ജീവിക്കുന്നത് അല്ലെങ്കിൽ ജീവിക്കാൻ ഇഷ്ടപ്പെടുന്നത്, അതിന് സമാനമായ ആവാസ വ്യവസ്ഥ ഉണ്ടാക്കി കൊടുക്കാൻ ഇവിടുത്തെ അധികാരികൾ ശ്രദ്ധിക്കുന്നു എന്നതിലാണ്. ഇനി നമ്മൾ കാണാൻ പോകുന്നത് സിംഹവാലൻ കുരങ്ങന്മാരെയാണ്. ഇവരും ഇവരുടേതായിട്ടുള്ള ആവാസ വ്യവസ്ഥയിൽ തന്നെയാണ് ജീവിക്കുന്നത്. ഡബിൾ ലെയർ ഫെൻസ് ചെയ്തിട്ടാണ് ഇവരെ പ്രൊട്ടക്ട് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വീഡിയോ എടുക്കാൻ ചെറിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് എത്രത്തോളം ക്ലിയർ ആവുന്നുണ്ട് എന്ന് എനിക്കറിയില്ല. ഇവിടെ നോക്കിയേ, ഇവിടെ ഒരു സിംഹവാലൻ കുരങ്ങനുണ്ട്. നന്നായിട്ട് വീഡിയോ ഒക്കെ എടുക്കാൻ പറ്റും. ഇവിടെ ഫെൻസ് ചെയ്യാതെയാണ് ഉള്ളത്. അത് കാരണമാണ് നമുക്ക് ഇത്ര നന്നായിട്ട് വീഡിയോ എടുക്കാൻ പറ്റുന്നത്. ഇനി നമ്മൾ കാണാൻ പോകുന്നത് റോയൽ ബംഗാൾ ടൈഗർ ആണ്. അതെ, ബംഗാൾ കടുവ. നോക്കിയേ, ഞാൻ സൂം ചെയ്ത് കാണിക്കാം. ഈ വെള്ളത്തിന്റെ ഓരത്തൂടെ നടന്നു വരുന്ന കണ്ടോ.
ബംഗാൾ കടുവയെയും കണ്ട് പുറത്തോട്ട് നടന്ന ഞങ്ങൾ പിന്നെ കാണുന്നത് ദേ ഈ മാൻകൂട്ടത്തെയാണ്. ഇവരൊക്കെ തന്നെ ഇവരുടേതായിട്ടുള്ള ആവാസ വ്യവസ്ഥയിൽ അവരുടേതായിട്ടുള്ള രീതിയിൽ തന്നെ ജീവിച്ചു പോരുന്നു എന്നുള്ളതാണ് കൂടുതൽ സന്തോഷം തരുന്നത്. അവരെ ഒരു പർട്ടിക്കുലർ സ്ഥലത്ത് അടച്ചിടുന്നില്ല. അങ്ങനെ ഇപ്പോൾ ഞങ്ങൾ എത്തിയിരിക്കുന്നത് ജംഗിൾ സഫാരിയുടെ ഏരിയയിലോട്ടാണ്. ഇവിടെ നിന്നാണ് ഫോറസ്റ്റിനുള്ളിലേക്ക് നമ്മളെ സഫാരിക്കായിട്ട് കൊണ്ടുപോകുന്നത്. ഇങ്ങനെ ഓരോ ബസ്സുകൾ വരും, അതിനുള്ളിൽ കയറ്റി ഇരുത്തിയിട്ടാണ് നമ്മളെ ഉള്ളിലോട്ട് കൊണ്ടുപോകുന്നത്. കുറച്ചധിക നേരം വെയിറ്റ് ചെയ്തിട്ടാണ് ഞങ്ങൾക്കുള്ള ബസ് എത്തിയത്. അത്യാവശ്യം നല്ല ക്യൂ ഉണ്ടായിരുന്നു. അങ്ങനെ ലാസ്റ്റ് ഞങ്ങളും ഞങ്ങളുടെ ക്ലോസ്ഡ് ആയിട്ടുള്ള ബസ്സിൽ കയറിയിട്ട് കാടിനുള്ളിലേക്ക് പോവുകയാണ്. ഓരോ സ്ഥലത്തും ഏരിയ അവരിങ്ങനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിനുള്ളിലൂടെ ടാർ ചെയ്ത റോഡുകളുണ്ട്, അതുവഴിയാണ് പോകുന്നത്. എവിടെയാണോ അനിമൽസ് നമുക്ക് കാണാൻ കഴിയുന്നത് അവിടെ എത്തുമ്പോൾ ഡ്രൈവർ അനൗൺസ് ചെയ്യും, ഈ സൈഡിലോട്ട് നോക്കിയാൽ ഈ അനിമലിനെ കാണാമെന്നുള്ളത്. അങ്ങനെ ഞങ്ങൾ ഫസ്റ്റ് കണ്ടത് ദേ കണ്ടോ, സിംഹം. അപ്പോൾ സിംഹത്തിനെയാണ് കാണുന്നത്. ഞാൻ സത്യം പറഞ്ഞാൽ ലൈഫിൽ ആദ്യമായിട്ടാണ് സിംഹത്തിനെ കാണുന്നത്. ഈ സിംഹം മാത്രമല്ല, ദേ കണ്ടില്ലേ, കൂട്ടിനകത്ത് വേറെ ഒരെണ്ണം കൂടെ ഉണ്ടായിരുന്നു. അങ്ങനെ സിംഹത്തിനെയും കണ്ട് ഞങ്ങൾ വീണ്ടും മുന്നോട്ട് നീങ്ങി. ഇത് കണ്ടില്ലേ, കാട് റീബിൽഡ് ചെയ്തെടുത്തേക്കുവാണ്, അതുപോലെ തന്നെ ഉണ്ടാക്കി എടുത്തിരിക്കുകയാണ്. കാരണം ഈ ജീവികൾക്കെല്ലാം അവരുടേതായിട്ടുള്ള ആവാസ വ്യവസ്ഥ പ്രൊവൈഡ് ചെയ്യാനായിട്ട്. ഞാൻ പറഞ്ഞില്ലേ ഓരോ സെക്ഷനായിട്ട് തിരിച്ചിട്ടുണ്ട് എന്ന്. ആ സിംഹത്തിൻ്റെ അത് കഴിഞ്ഞ ശേഷം അടുത്ത സെക്ഷനിലോട്ട് നമ്മൾ പോവുകയാണ്. ഇവിടെ ഒരു സെക്യൂരിറ്റി ആളുണ്ട്, കക്ഷി ഇങ്ങനെ ഗേറ്റ് ഓപ്പൺ ചെയ്ത് തരുവാണ്. എന്നിട്ടാണ് നമ്മുടെ വാനുള്ളിലേക്ക് കടത്തിവിടുന്നത്. ഇനി നമ്മൾ കാണാൻ പോകുന്നത് നമ്മുടെ ടൈഗറാണ്. ബംഗാൾ ടൈഗർ നേരത്തെ കണ്ടില്ലേ, അതുപോലത്തെ ടൈഗേഴ്സിനെയാണ് ഇനി കാണാൻ പോകുന്നത്. അതേ ഒരാൾ പുറത്തുണ്ട്, ഉള്ളിൽ വേറൊരാളുണ്ട്, വേറെയും 1-2 കൂടെ ഉണ്ട്. എന്ത് ഭംഗിയാ അല്ലേ. സിംഹത്തിനേക്കാള് എനിക്ക് എനർജറ്റിക് ആയിട്ട് തോന്നിയത് കടുവേനെയാണ് കേട്ടോ. നമ്മളെ ഈ ജംഗിൾ സഫാരിക്ക് കൊണ്ടുപോകുമ്പോൾ തന്നെ അവർ കുറച്ച് ഇൻസ്ട്രക്ഷൻസ് തരുന്നുണ്ട്. ഒന്നാമത്തേത് ഒരു ഷുവറിറ്റി ഒന്നുമില്ല നമുക്ക് അനിമൽസിനെ കാണാൻ പറ്റും എന്നുള്ളതിൽ. പിന്നെ രണ്ടാമത്തേത് ഇൻ കേസ് നമ്മൾ അവരെ കാണുകയാണെങ്കിലും നമ്മൾ ഒരു തരത്തിലും അവരെ പ്രകോപിപ്പിക്കാൻ പാടില്ല എന്നുള്ളത്. നമ്മൾ ഈ ഫോട്ടോസ് എടുക്കാനൊക്കെ ആയിട്ട് ഈ തരത്തിൽ ഫേസ് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ടൊന്നും നമ്മൾ അവരെ പ്രകോപിപ്പിക്കാൻ പാടില്ല എന്നുള്ളതും നമുക്ക് നേരത്തെ തന്നെ ഇൻസ്ട്രക്ഷൻസ് തരുന്നുണ്ട്. അങ്ങനെ കടുവകളെയൊക്കെ കണ്ട് അതിന്റെ വീഡിയോസൊക്കെ എടുത്ത ശേഷം ഞങ്ങൾ വീണ്ടും അവിടെ നിന്ന് മുന്നോട്ട് പോയി. വളരെ മനോഹരമായി തന്നെയാണ് കാട് റീബിൽഡ് ചെയ്തിരിക്കുന്നത്. അതൊത്തിരി നല്ല കാര്യവുമാണ്. അവർക്ക് അവരുടെ ആവാസ വ്യവസ്ഥയിൽ ജീവിക്കാൻ കഴിയുക എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മൾ കാണുന്നത് കരടിയാണ്. നിങ്ങൾക്ക് വീഡിയോ ക്ലിയർ ആണോ എന്ന് എനിക്ക് അറിയില്ല, കരടി ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. എന്തായാലും ഞാൻ കാണിച്ചു തരാം, നിൽക്കൂ. ഈ ബ്ലാക്ക് കളറിൽ കിടക്കുന്ന കണ്ടില്ലേ, ഓക്കെ, ഇതാണ് അതിനുള്ള കൂട്. ഇവിടെ കണ്ട ഉള്ളിലായിട്ട് മാൻകൂട്ടങ്ങൾ നിപ്പുണ്ട്. അതുപോലെ തന്നെ കുറച്ചുകൂടെ മുന്നോട്ട് പോകുമ്പോൾ ദേ കണ്ടില്ലേ, വീണ്ടും ഇവിടെ ഒരു കരടിയുണ്ട്. മാൻകൂട്ടങ്ങളുടെ അടുത്തേക്ക് പോവുകയാണ് ആ കരടിയും. യഥാർത്ഥ കാട്ടിനുൾവശം പോലെ തന്നെ തോന്നുന്നില്ലേ, നിറയെ ഇടതൂർന്ന മരങ്ങൾ, അതുപോലെ പലതരത്തിലുള്ള ഒരു പർട്ടിക്കുലർ ജീവി എന്നല്ല, പലതരത്തിലുള്ള ജീവികൾ എല്ലാം മിക്സപ്പ് ആയിട്ട് തന്നെയാണ് നമ്മൾ കാണുന്നത്. ഇതേ നോക്കി, വീണ്ടും ഒരു കരടിയെ കണ്ടു ഞങ്ങള്. എന്തേ കണ്ടോ, ദൂരെയായിട്ട് കറുത്ത ഒരു കോട്ടൺ ബോൾ പോലെയില്ലേ അതിനെ കാണാൻ, ഉരുണ്ടിട്ട് നല്ല ഭംഗിയുണ്ട് കേട്ടോ നേരി കാണാനായിട്ട്. ഞങ്ങള് വീണ്ടും മുന്നോട്ട് പോയി. അപ്പോൾ ദേ വീണ്ടും മാൻകൂട്ടങ്ങളെയൊക്കെ കണ്ടിട്ടുണ്ട്. മാൻകൂട്ടങ്ങൾ ഒത്തിരി ഉണ്ട് അവിടെ അവിടെ ആയിട്ട്, ഒരുപാട് സ്ഥലത്ത് നമ്മൾ കാണുന്നുണ്ടായിരുന്നു. ജംഗിൾ സഫാരിയിൽ നിന്നിറങ്ങി അടുത്ത് ഞങ്ങൾ പോയത് ബേർഡ്സിനെ കാണാനായിട്ടായിരുന്നു. സത്യം പറഞ്ഞാൽ നെഹ്റു സുവോളജിക്കൽ പാർക്കിന്റെ 10% പോലും വീഡിയോ ക്യാപ്ചർ ചെയ്യാൻ നമുക്ക് കഴിഞ്ഞു എന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അത് അത്രയും വലുതാണ്. നിങ്ങൾക്ക് ഒരു ദിവസം ഫുള്ള് സ്പെൻഡ് ചെയ്യാനുള്ള കാര്യങ്ങൾ അവിടെ ഉണ്ട്. ഞങ്ങൾ ഓൾറെഡി ആഫ്റ്റർനൂണാണ് അവിടെ എത്തിയിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ വേറെ പല സ്ഥലങ്ങളും പോയിട്ട് ഇങ്ങോട്ട് വന്നു എന്നുള്ളതിനാൽ ഞങ്ങൾ നല്ല ടയേർഡുമായിരുന്നു. ഞങ്ങൾ സത്യം പറഞ്ഞാൽ എക്സ്പ്ലോർ ചെയ്തു, പക്ഷെ വീഡിയോ നമുക്ക് അത്രയ്ക്ക് ഒരുപാട് എടുക്കാൻ കഴിഞ്ഞിട്ടില്ല. ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് പോയി എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയ ഒരിടമാണ്. ഹൈദരാബാദ് പോവുകയാണെങ്കിൽ ഒരിക്കലും മിസ് ചെയ്യാൻ പാടില്ലാത്ത ഒരു സ്ഥലം തന്നെയാണ് നെഹ്റു സുവോളജിക്കൽ പാർക്ക് എന്ന് പറയുന്നത്. സത്യത്തിൽ ഓരോ ഏരിയയിലും എത്തുമ്പോൾ ചില സ്ഥലങ്ങളിൽ അവയെ കാണുന്ന എക്സൈറ്റ്മെന്റിൽ ഞങ്ങൾ വീഡിയോ എടുക്കാൻ വിട്ടുപോകുന്നുണ്ടായിരുന്നു.
അങ്ങനെ പലതരം പക്ഷികളെയും കണ്ട് പുറത്തിറങ്ങിയ ഞങ്ങൾ പിന്നെ ചെന്നത് സീബ്രയെ കാണാനായിട്ടായിരുന്നു. ദേ കണ്ടില്ലേ, അതിനുള്ളിലൂടെ അവരങ്ങനെ നടക്കുവാണ്. ഇനി നമ്മൾ കാണാൻ പോകുന്നത് സാമ്പാർ ഡിയർ ആണ്. സാമ്പാർ ഡിയർ എന്ന് പറഞ്ഞാൽ നമ്മുടെ കലമാനുകളില്ലേ, അതെ അത് തന്നെ, വലിയ കൊമ്പൊക്കെയുള്ള കലമാനുകൾ. നമ്മുടെ ഇന്ത്യൻ വനങ്ങളിൽ യൂഷ്വലായി കാണപ്പെടുന്ന എന്നാൽ വംശനാശം സംഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ജീവിയാണ് ഈ കലമാനുകൾ എന്ന് പറയുന്നത്. കലമാനുകളിൽ ആൺ കലമാനുകൾക്കാണ് കൊമ്പുകൾ ഉണ്ടാവുക, പെൺകലമാനുകൾക്ക് കൊമ്പുകൾ ഉണ്ടാകാറില്ല. അടുത്തതായി കാണുന്നത് ഹിമാലയൻ ഗോറലാണ്. ഹിമാലയൻ പ്രദേശങ്ങളിൽ കാണപ്പെടുന്ന നമ്മുടെ മാനിനോടും ആടിനോടും ഒക്കെ സാമ്യമുള്ള ചെറിയ ജീവികളാണ് ഹിമാലയൻ ഗോറൽ എന്ന് പറയുന്നത്. ഇവയ്ക്ക് കുത്തനെയുള്ള പ്രദേശങ്ങളിലും പാറക്കെട്ടുകളിലും ഒക്കെ ജീവിക്കാൻ ഒരു പ്രത്യേക കഴിവ് തന്നെയാണുള്ളത്. ഇവ സസ്യബുക്കുകളാണ്. ഇതിനുള്ളിലെ റോഡുകളിലൂടെ ഇതുപോലുള്ള ഇലക്ട്രോണിക് വെഹിക്കിൾസ് ഒക്കെ പോകുന്നുണ്ട്. കാരണം നടന്ന് മനുഷ്യൻ എന്തായാലും ക്ഷീണിക്കും. അടുത്തതായി നമ്മൾ ഇതേ കാണുന്നത് ജിറാഫാണ്. എന്തൊരു ഹൈറ്റാന്ന് നോക്കി, ബാക്കിയുള്ളവരൊക്കെ എന്ത് താഴെയായിട്ടാ കാണപ്പെടുന്നത്. അപ്പോ ഹൈദരാബാദ് പോവുകയാണെങ്കിൽ ഒരിക്കലും മിസ് ചെയ്യാൻ പാടില്ലാത്ത ഒരു സ്ഥലം തന്നെയാണ് നെഹ്റു സുവോളജിക്കൽ പാർക്ക്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും ഒന്നും മറക്കരുതേ. നിങ്ങൾ ആദ്യമായിട്ടാണ് ഞങ്ങളുടെ വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ കൂടെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോ താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് സ്റ്റേ ട്യൂൺ ഫോർ നെക്സ്റ്റ് വീഡിയോ. Bye bye.